കാരണം ഇത് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ളത് ഖുർആൻ പ്രസ്സിലേക്കാണ്. മണിക്കൂറുകൾ പെരുമ്പയിലത്ത് അവിടെ നിൽക്കണം. അപ്പം നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ നിൽക്കാണ്ട് കയറാം. ഇപ്പോൾ 3 മണിക്ക് അവിടെ തുറക്കും. ഇപ്പം തന്നെ 3 മണിയായി. അപ്പോൾ തുറക്കുമ്പോഴത്തേക്ക് അത്ര നമ്മൾ വിചാരിച്ചത്, പക്ഷെ സാധിച്ചില്ല. ഏതായാലും നമ്മൾ കാണുന്നുണ്ട് ഈ പിറകിലുള്ള മല അല്ലേ, ഉഹുദ് മലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം സ്നേഹിച്ച മലയാണ്. ഇതിനെ സ്നേഹിച്ച ഒരു കാരണത്താലാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന മലയാണല്ലോ ഉഹദ്, അത് നിങ്ങൾക്ക് അല്ലാഹു സ്വർണ്ണമാക്കി തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. തങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ മാത്രം അല്ലാഹു ഈ മലയെ സ്വർണ്ണമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? വേണ്ടാന്ന്. നിങ്ങൾ ഓർത്തിട്ട് ഇവരെ ഓർത്തിട്ടാണ് വേണ്ടാന്ന് പറഞ്ഞത്. പോകുക ഇവർ ഇതിൻ്റെ ചോട്ടിന്ന് പിടിച്ച് വലിച്ച് വണ്ടി കയറ്റിയാൽ ഞങ്ങളില്ലാന്ന് പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ, കാരണം ഒരു പവന് എത്രയാണ്? നമ്മൾ ദ്വാരക്കുന്ന് പഠിച്ചവനെ 2 ആമക്കളെ കെട്ടിക്കാണ്ട് സ്വർണ്ണത്തിന് കുറയണേ ഒരു പ്രാർത്ഥിക്കുന്ന പഠിച്ചവനെ ഇനിയും കൂട്ട്. കാരണം 6 മാസം മുമ്പ് 1 പവൻ വിറ്റാലായിരുന്നു ഒരാൾക്ക് വരാൻ പറ്റുക. ഇപ്പോൾ 1 പവൻ വിറ്റ 2 വരാം. ഏതായാലും അള്ളാഹു തആല സ്വർണ്ണത്തിന് വില കുറക്കട്ടെ. കാരണം എത്രയോ മാതാപിതാക്കൾ ദ്വാരക്കാണ്. കാരണം അവരൊക്കെ ആമക്കൾ കല്യാണം കഴിക്കണം, മഹർ കൊടുക്കണ്ടേ. ഏതായാലും അതല്ല നമ്മളെ വിഷയത്തിലേക്ക് പോവുക. അപ്പോൾ ഏതായാലും അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് ഇഷ്ടപ്പെടാൻ കാരണം എന്താ? ഒന്ന്, ഈ മലയെ ഇഷ്ടപ്പെട്ട ഒരു നബി ഉണ്ടായിരുന്നു, മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ഈ മലനെ ഇഷ്ടപ്പെട്ട ഒരു കാരണമാണ് റസൂൽ ഇഷ്ടപ്പെടാൻ. ഹാറൂൻ നബിൻ്റെ അലൈഹി ഇസ്ലാമിൻ്റെ അരികിലേക്ക് ഒരാൾ വന്നു. ആരാ വന്നത്? നസലൽ അമീൻ മലക്ക് മൗത്ത് അസ്റായിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ വന്ന വിവരങ്ങൾക്ക് അറിയാലോ, പറയണ്ടല്ലോ. മൂപ്പര് വരെ ഒരു ഒറ്റ കാര്യത്തിനല്ലേ അല്ലേ? അപ്പോൾ വന്ന കാര്യം എന്താ അങ്ങോട്ട് പറയണ്ടല്ലോ. അള്ളാഹുവിൻ്റെ സമ്മതം കിട്ടിയിട്ടുണ്ട് റൂഹിനെ പിടിക്കാൻ. അപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് ഒരു 3 ദിവസം നീട്ടിത്തരണം. ഞാനൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്, നിങ്ങൾ അവിടെ വെച്ച് എൻ്റെ റൂഹിനെ പിടിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്നും ഇവിടത്തേക്ക് വരികയും ഇവിടെയും അസ്റായിൽ വരികയും ഇവിടെ വെച്ച് മഹാൻ അവർ റൂഹിനെ പിടിച്ചെന്നും അവരിവിടെ വെച്ചാണ് മരണപ്പെട്ടതെന്നും ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുബ്ബത്ത് ഹാറൂൻ എന്നൊരു കുബ്ബ പണ്ട് നിർമ്മിച്ചിരുന്നെന്നും അതൊക്കെ പിന്നീട് തകർക്കപ്പെട്ടതാണ്. ഏതായാലും അതൊന്നും ഒരു കാരണം. മറ്റൊരു കാരണം റസൂലുള്ളാഹിക്ക് അഭയം കൊടുത്ത മലയാണ്. ഉഹുദിൻ്റെ 2-ാം ഗണത്തിൽ റസൂലുള്ളാഹിക്ക് മുൻപല്ല് പറ്റിയപ്പോൾ ആദ്യം കൊണ്ടുവന്ന് ഇരുത്തിയ സ്ഥലം നമ്മളെ കണ്ടത് അല്ലേ? അത് കണ്ടത് അവിടുന്ന് കൊണ്ടുവന്ന് ആദ്യം തലവെച്ച പുറത്തെ ഭാഗമല്ലേ, അവിടെ ഇങ്ങനെ തലവെച്ച് നിന്നിട്ട് അമ്പിൻ്റെ ചീള് ത്വൽഹാ റളിയല്ലാഹു തആല ഊരി കൊടുക്കുന്ന സമയത്താണ് ഒരുത്തന് ഓടി വരുന്നത്. ആരാണ് വരുന്ന ആൾ? ഉബയ്യ് ബിൻ ഖൽഫ്. എന്തിനാണ് വരുന്നത്? റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി, അമ്പെറിയാൻ വേണ്ടി. കാരണം ഈ ചങ്ങാതി മക്കയിൽ വെച്ച് എപ്പം തങ്ങളെ കണ്ട് എന്ത് പറയലുണ്ട്? മുഹമ്മദ് എൻ്റെ കൈ കൊണ്ടാ നീ മരിക്കാന്ന് ഓൻ്റെ ശൈലി പറഞ്ഞാട്ടോ. നമുക്കങ്ങനെ റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ പറ്റില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓൻ്റെ ശൈലിയാണത്, എപ്പോഴും പറയും. അപ്പോൾ റസൂൽ അങ്ങനെ പുഞ്ചിരിച്ചു കൊടുക്കും, ആയിക്കോട്ടെ എന്നാലും ഒരു ദിവസം മരിക്കണം. ഇപ്പം എൻ്റെ കൈ കൊണ്ടാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നമ്മളോട് ചില ആൾക്കാർ പറയലുണ്ട് അല്ലേ, അല്ലാഹ് കാക്കട്ടെ. അപ്പോൾ ഏതായാലും ആ ഉബയ്യ് ബിൻ ഖൽഫാണ് അമ്പുമായിട്ട് വന്നത്. അവൻ എറിഞ്ഞു. ആ അമ്പിനെ തടുത്തു ആര്? മഹാനായ ത്വൽഹാ റളിയല്ലാഹു തആല റസൂലുള്ളാഹിക്ക് പരിചയമായി നിന്നുകൊണ്ട്. അത് അവരുടെ മുതുകിലേക്കാണ് തുളച്ച് കയറിയത്. വിഷത്തിലൂട്ടിയ അമ്പാണ്. അള്ളാഹിൻ്റെ റസൂൽ ആ നിമിഷം പ്രാർത്ഥിച്ചു, പഠിച്ചവനെ ഈ അമ്പിൻ്റെ ഒരു അംശം വിഷം ഏറ്റി എൻ്റെ ത്വൽഹക്ക് ജീവൻ പോകുന്നൊരവസ്ഥ നീ നൽകല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷം ഏൽക്കല്ലേ. അവിടുത്തെ ദുആഇൻ്റെ ഫലം കൊണ്ട് എന്തായില്ല, ത്വൽഹ തങ്ങൾക്ക് ആ അമ്പിൻ്റെ വിഷം ഏറ്റില്ല. അതിൻ്റെ പേരിൽ ഒരിക്കലും മരണം സംഭവിച്ചില്ല. പക്ഷേ വേദന നല്ലോണം ഉണ്ടായി. ആ വേദന സഹിക്കാൻ കഴിയാതെ പൊളഞ്ഞപ്പോഴാണ് തങ്ങൾ അമ്പ് ഊരി അവൻ എറിയുന്നതും അവൻ തിരിച്ചോടുന്ന സമയത്ത് ആ അമ്പ് അവൻ്റെ പെരടിയിലൂടെ തുളച്ച് കഴുത്തിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ രക്തം പൊട്ടി ഒലിച്ച് അതിൻ്റെ വിഷം അവൻ പുരട്ടിയ ആ അമ്പിൻ്റെ ആ വിഷ തിരിച്ച് അവനിക്ക് തന്നെ. അങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ നിലവിളിച്ച് കരഞ്ഞ് 2-ാം ഗണത്തിൻ്റെ മറുഭാഗത്തേക്ക് ഓടിച്ച സമയത്ത് ആളുകൾ ചോദിക്കുകയാണ്, ആരാടാ ബയ്യ നിന്നെ ഈ രൂപത്തിൽ ആക്രമിച്ചത്? നല്ലോണം പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് അവരറിയുന്നത് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തിയ വിവരം. അങ്ങനെ ഒരു സംഘം ശത്രുക്കൾ ഈ ഭാഗത്തേക്ക് നീങ്ങാൻ ആ സമയത്താണ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് അവിടുന്ന് മാറിയിരിക്കാൻ ആവശ്യപ്പെടുന്നത്. ഒരു നിലക്കും തങ്ങൾക്ക് നടന്ന് അവിടെ പോയിരിക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് അവശനാണ് തങ്ങൾ. അന്ന് വലത് ഭാഗത്ത് സിദ്ദീഖ് തങ്ങളും ഇടത് ഭാഗത്ത് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിറഭാഗത്ത് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളും കൂടി തങ്ങളെ കയറ്റി കൊണ്ടുപോയി ഇരുത്തിയ 2-ാമത്തെ സ്ഥലമാണ് ആ കാണുന്ന സ്ഥലം. ഇവിടത്തേക്ക് ഇരുത്താൻ വേണ്ടി തങ്ങൾ കയറാൻ കാല് വെച്ചപ്പോഴാണ് ഈ മല വിറച്ചത്. അത് തങ്ങളോടുള്ള ആദരവ് കൊണ്ടും ബഹുമാനം കൊണ്ടാണ്. അപ്പോഴാണ് പറഞ്ഞത്, യാ ജബലൽ ഉഹദ്, ഉഹുദ് പർവ്വതമേ ഉസ്കുത്ത്, നീ അടങ്ങണം, നീ ശാന്തമാകണം. അലൈക്ക നബിയും, നിൻ്റെ അരികിൽ നബിയായ ഞാനല്ലേ. നമ്മൾ കുട്ടികളൊക്കെ പറയില്ലല്ലേ, എന്തിനാ മോന് ബേജാറാണ്, ഞാനല്ലേ, ബാപ്പയല്ലേ, ഉമ്മല്ലേ. ആ ഒരു ശൈലിയാണ്.
എന്തിനാ ബേജാറാകുന്നത്, എന്തിനാ അസ്വസ്ഥതപ്പെടുന്നത്, ഞാനല്ലേ നിൻ്റെ അരികിലുള്ളത് എന്നൊരു ശൈലിയിൽ അതിനോട് പറയാണ് ഉസ്കുത്ത് അലൈക നബിയുൻ. പിന്നെ പറഞ്ഞത് എന്താണ്? വ സിദ്ദീഖ്, എൻ്റെ കൂട്ടുകാരനായ സിദ്ദീഖുമല്ലേ എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ പറഞ്ഞ വാക്കാണ് വ ഷഹീദാനി, 2 ശുഹദാക്കളും. അതാരെക്കുറിച്ചാണ് പറഞ്ഞത്? സയ്യിദ്ന ഉമർ ഇബ്നുൽ അൽ ഖത്താബ്, സയ്യിദ്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ 2 പേരെ കുറിച്ച് അന്ന് റസൂൽ അവിടുന്ന് ഉപയോഗിച്ച വാക്ക് എന്താണ്? 2 ശുഹദാക്കളും. ആ 2 പേര് പിന്നീട് ഷഹീദായി, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടല്ല. ഉമർ ഖത്താബ് തങ്ങൾ ഷഹീദായത് മദീന പള്ളിയുടെ മെഹ്റാബിൽ ഇമാമായി നിൽക്കെ സുജൂദിൽ പോയ സമയത്ത് പിന്നിൽ നിന്ന് കുത്തിക്കൊന്നതാ. ആരെ? സയ്യിദ്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വീട്ടിൻ്റെ അകത്ത് ശത്രുക്കൾ കയറി വീട്ടിൻ്റെ അകത്ത് വെച്ച് വെട്ടിക്കൊന്നതാ. അങ്ങനെയാണ് 2 പേരും ഷഹീദ്. ഏതായാലും അവിടെയാണ് ഈ സമയത്ത് അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ ജബൽ റുമാത്തിൻ്റെ തായ്വരയിൽ വെച്ച് ഒരു സ്വഹാബിയെ വധിക്കുകയാണ്. ആരാണ് സ്വഹാബി? മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അവരെ വധിച്ച സമയത്ത് വധിച്ചവൻ എന്ത് പറഞ്ഞു? കുത്തില മുഹമ്മദ, കുത്തില മുഹമ്മദ്, ഇതാ മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന്. സത്യത്തിൽ റസൂലുള്ളാഹി അല്ല, പക്ഷെ അവർക്ക് റസൂലുള്ളാഹിയായിട്ട് തോന്നിന, റസൂലുള്ളാഹിൻ്റെ ശരീരഭാവമായിട്ട് അവർക്ക് തോന്നി. അങ്ങനെയാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ ഈ ഉഹദ് യുദ്ധം കൊണ്ട് ശത്രുക്കളിൽ ലക്ഷ്യം വെച്ചത് എന്താ അതറിയോ? എന്തിനാണ് അവർ യുദ്ധത്തിന് വന്നത് അതറിയോ? അതായത് ഇസ്ലാം മദീനയിലേക്ക് റസൂലുള്ളാഹിയും സഹാബത്തൊക്കെ വന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തി ഇവിടെ ഇസ്ലാം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയാണ് ആരെ? മക്കക്കാരെ. അവിടുന്ന് ആട്ടിയോടിപ്പിക്കപ്പെട്ട് ഇതോടെ കഴിഞ്ഞെന്ന് അവർ വിചാരിച്ചത്. പക്ഷെ അല്ല, മദീനയുടെ പുറത്തേക്കും ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു തടയിടണം, ഇത് ഇല്ലായ്മ ചെയ്യണം, ഇസ്ലാമിനെ നശിപ്പിക്കണം. അതിനെന്ത് വഴി ഇങ്ങനെ തേടി നടക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഇസ്ലാം നശിച്ച് കാണാൻ ഒരു വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ പറയും, നമ്മൾ നോക്കട്ടെ എന്താന്ന്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇസ്ലാം നശിച്ച് കാണില്ല വേണ്ടത്, അതിനൊരു പയ്യുണ്ട്. 2 ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ആ 2 ആൾ കാരണമാണ് ഈ മതം വളരുന്നത്. ആ 2 ആളെയും തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ മതം എന്തെയില്ല, വളരില്ല, അതങ്ങനെ നശിച്ചു പോകും. ആരെ 2 ആൾ? ഒന്ന് റസൂലുള്ളാഹി, ഒന്ന് അവിടുത്തെ അളാപ്പ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. പക്ഷേ ഇവിടെ നിങ്ങൾ 4-5 ആൾ പോയിട്ട് കൊല്ലാൻ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആ നാടിനെതിരെ അവർക്കെതിരെ ഒരു യുദ്ധം നയിക്കണം. ആ യുദ്ധത്തിൽ ചുരുങ്ങിയത് 1000 ആളുകളെ നിങ്ങൾ പങ്കെടുപ്പിക്കണം. അങ്ങനെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ അവർ തിരിച്ച് യുദ്ധത്തിന് വരും. ആ വരുന്ന കൂട്ടത്തിൽ ഈ 2 ആളുകളുണ്ടാവും. ആ കൂട്ടത്തിൽ ഈ 2 ആളുകൾ നിങ്ങൾക്ക് സുഖമായിട്ട് കൊല്ലാനും പറ്റും. അപ്പോൾ എന്തായി? യുദ്ധം നടന്നൊന്നായി. ആ യുദ്ധത്തിൽ 2 ഭാഗത്തുനിന്ന് കുറച്ച് ആളുകൾ കൊല്ലപ്പെട്ടൊന്നുമായി. അതല്ലാതെ നിങ്ങൾ ഇവിടുന്ന് ഒരു 3 ആൾ പോയിട്ട് ആ 2 ആൾ മാത്രം കൊല്ലാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അങ്ങനെയാണ് അവർ യുദ്ധത്തിന് തയ്യാറായി വരുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യം ഒരു മദീന മൊത്തം നശിപ്പിക്കലല്ല, കുറേ ആളെ കൊല്ലലുമല്ല, 2 ആളുകളെ കൊല്ലലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിവരം ആരറിയിച്ചു കൊടുത്തു? ജിബ്രീൽ അലൈഹി സ്വലാം അറിയിച്ചു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സഹാബത്തുമായി മുശാവറ നടത്തി. അവിടുത്തെ പ്രിയപ്പെട്ട അളാപ്പ ഹംസത്തുൽ ഖറാർ തങ്ങൾ വിളിച്ച് അവരുമായി മുശാവറ നടത്തി. ഏതായാലും നമ്മൾ 2 ആളെ കൊല്ലാനാണ് ഇപ്പോൾ വരുന്നത്. അതിപ്പോൾ ഇവിടെ വെച്ചാവണ്ട, ഒരു കാര്യം നമുക്ക് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോകാം, ഏതായാലും ഒരു ദിവസം മരിക്കണം, അതിന് പോരാ കൈ കൊണ്ടാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അങ്ങനെ തങ്ങൾ എന്ത് ചെയ്തു എന്നാ, ഒരു ദിവസം മുന്നേ തന്നെ ഇങ്ങോട്ടേക്ക് വന്നുന്ന. അന്നിവിടെ ജനവാസമില്ല, വീടുകളില്ല, ആൾ താമസമില്ല, ശൂന്യമായൊരു പ്രദേശമാണ് ഈ പ്രദേശം. ഈ ഭാഗത്തൊന്നും അന്ന് വീടുകളും കടകളും കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് മദീന പള്ളിയുടെ ആ ഭാഗത്ത് എന്തുള്ളൂ, ആൾ താമസമുള്ളൂ. ശനിയാഴ്ച നടന്ന യുദ്ധത്തിന് വെള്ളിയാഴ്ച തങ്ങൾ എന്തായിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ് യുദ്ധം നടന്നത്. സത്യത്തിൽ ഈ യുദ്ധത്തിൽ അവർ ലക്ഷ്യം വെക്കുന്നത് 2 ആളുകളെ കൊല്ലുക എന്നുള്ളതാണ്. അതിൽ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചതിന് ശേഷമാണ് ആരെ വധിച്ചത്? മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ. അപ്പോഴാണ് അവർക്ക് റസൂലുള്ളാഹിയായിട്ട് തോന്നിയത്. അപ്പോഴാണ് കുത്തില മുഹമ്മദ് നബി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത അവർ പ്രചരിപ്പിച്ചത്. ഈ വാർത്ത കേട്ടിട്ട് മദീനയുടെ എല്ലാ ഗ്രാമങ്ങളിലും നിമിഷ നേരം കൊണ്ട് ഈ വാർത്ത എത്തുകയും ആയിരക്കണക്കിന് സ്വഹാബത്ത്, അവരുടെ കുടുംബങ്ങൾ, മുത്തുനബിയുടെ മക്കൾ, അവിടുത്തെ ഭാര്യമാർ, അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നിലവിളിയും ഹട്ടഹാസങ്ങളും കരച്ചിലും അവിടെ നടക്കുകയാണ്. ആ കൂട്ടത്തിൽ ഹംസത്തുൽ ഖറാർ തങ്ങളൊരു പങ്ങളുണ്ട്, സഫിയ ബീബി റളിയല്ലാഹു അൻഹ. 6 പങ്ങൾ ഹംസ തങ്ങൾക്കുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അവിടുത്തെ സ്നേഹിക്കുന്നത്, ഇഷ്ടമുള്ളത് സഫിയ ബീബിയോടാണ്. ഉടനെ തന്നെ സഫിയ ബീബിയുടെ മകൻ ഇവിടെ ഉണ്ട്, സുബൈർ ബിൻ അവ്വാം. അവരെ വിളിക്കുകയാണ് റസൂൽ ഇവിടത്തേക്ക്. അലിയാർ തങ്ങൾ വിളിക്കുകയാണ്. എന്നിട്ട് ഈ 2 ആളുകളോടും പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് പോകണം. ഞാൻ കൊല്ലപ്പെട്ടെന്ന് കേട്ടിട്ട് അവരെല്ലാം വലിയ ബേജാറിലും അപ്രാളത്തിലുമാണ്. അതുകൊണ്ട് അളാപ്പയുടെ മരണ വാർത്ത ഒരിക്കലും ഉമ്മാനെ അറിയിക്കരുത്. ഉമ്മാക്ക് താങ്ങാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. ഉമ്മ ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നേക്കാം, വരാൻ അനുവദിക്കരുത്, അവരെ തടയണം, അവരെ തിരിച്ച് മദീനയിലേക്ക് അയക്കണം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹും പിന്നെ സുബൈർ അവ്വാം റളിയല്ലാഹു അൻഹു പോയി അവരെ തടയുകയും അവരെ മദീനയിലേക്ക് തിരിച്ചയക്കുകയും അവരോടൊക്കെ ശാന്തമായി വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കാൻ പറയുകയും യുദ്ധം കഴിഞ്ഞിട്ടൊന്നും റസൂലുള്ളാഹി കൊല്ലപ്പെട്ടിട്ടില്ല എന്നും റസൂലുള്ളാഹി സുരക്ഷിതമായി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടും എന്നുള്ള വാർത്ത അവരെ അറിയിച്ചെങ്കിലും അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നാരമകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ ഭർത്താവായ അലിയാർ തങ്ങളോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഉപ്പയെ കാണിച്ചു തരണം, എൻ്റെ ഉപ്പയെ എനിക്ക് കണ്ടേ മതിയാകും. അങ്ങനെയാണ് ഒട്ടകക്കട്ടിൽ കയറ്റി നിർത്തി. ഈ ഒട്ടകക്കട്ടിൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇരിക്കാൻ പാകത്തുള്ളൊരു കട്ടിലാണ്. അത് ചുറ്റും മറച്ചിട്ടുണ്ടാവും.
ഓപ്പൺ അല്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറി വരുമ്പോൾ ആളൊക്കെ അറിയില്ല. ഒരു ഒട്ടകം ഇങ്ങനെ വരുന്നത് കാണാം, പക്ഷേ ആളെ കാണില്ല. അങ്ങനെ ആ ഒട്ടകക്കെട്ടിൽ വന്ന് ഇതാ ഈ ഭാഗത്ത്, ഈ പള്ളി നിൽക്കുന്ന ഈ ഭാഗത്ത് ഇവിടെ വന്ന് ഒട്ടകത്തെ നിർത്തുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഈ സമയത്ത് എവിടെയുള്ളത്? ആ പിളർന്ന ഭാഗത്തിൻ്റെ ഉള്ളിൽ. അവിടുന്ന് റസൂലുള്ളാഹി ഇറങ്ങി വരികയാണ്, താങ്ങിപ്പിടിച്ച്. സിദ്ദീഖ് തങ്ങൾ, ഉമർ ഖത്താബ് തങ്ങൾക്ക് താങ്ങിപ്പിടിച്ച് വരികയാണ് മകളടുത്തേക്ക്. അങ്ങനെ റസൂലുള്ളാഹി വന്ന് ആദ്യം ഈ സ്ഥലത്ത് കല്ലുമ്മൽ ഇരുന്നതിൻ്റെ ശേഷമാണ് ആര് ഇറങ്ങുന്നത്? കട്ടുന്ന് ഫാത്തിമ ബി ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലം. റസൂലുള്ളാഹിൻ്റെ കവിളത്ത് ഫാത്തിമ ബി ഉമ്മം കൊടുത്തപ്പോൾ അവിടുത്തെ രക്തത്തിൻ്റെ പാടുകൾ ഫാത്തിമ ബിയുടെ ചുണ്ടുകളിൽ ആയി എന്നാണ് ചരിത്രം. കാരണം മണിക്കൂറുകളോളം റസൂലുള്ളാഹി വേദന സഹിച്ചിരുന്നതാണ് ഇതിൻ്റെ ഉള്ളിൽ. മണിക്കൂറുകളോളം അവിടുത്തെ പരിക്ക് കാരണം നിങ്ങൾക്ക് കേൾക്കും, നിങ്ങൾക്ക് ഇനി യൂട്യൂബിലൂടെ കേൾക്കാം. അപ്പോൾ തൽക്കാലം ഇത് കേൾക്കട്ടെ. ഇതിനാണ് ഇപ്പോൾ ഇതിങ്ങനെ വെക്കുക. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് വന്ന് ഇരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ വെച്ചുകൊണ്ട് ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ, ഇവിടെ ഒരു കുണ്ടുണ്ട്, മെഹ്റാസ്. ഇവിടുത്തെ ഒരു വള്ളക്കുണ്ടിൻ്റെ പേരാണ് എന്ത്? മെഹ്റാസ്. ഹയ്യുൽ മെഹ്റാസ് എന്ന ഒരു പേരും കൂടി ഇവിടത്തേക്കുണ്ട്. പല പേരുണ്ട്, അതിലൊരു പേരാണ് ഹയ്യുൽ മെഹ്റാസ്. ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരികയും ഇവിടെ വെച്ച് ഫാത്തിമ ബി റസൂലുള്ളാഹിൻ്റെ മുഖം കൈ കൊടുക്കുകയും വെള്ളം കുടിപ്പിക്കുകയും സഫിയ ബീബി മരുന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. എന്താ മരുന്ന്? ഈത്തപ്പനൻ്റെ കരിഞ്ഞ ഓലയുടെ വെണ്ണീര്, അത് മരുന്നാണ്. അത് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. ഫാത്തിമ ബി പോയ ശേഷം സഹാബികളൊക്കെ വിളിച്ചു കൂട്ടുകയാണ്. എന്തിനു വേണ്ടി? നിരവധി പേര് അവിടെ പരിക്ക് പറ്റിയിരിക്കുന്നുണ്ട്, കണ്ണ് പോയവരുണ്ട്, ഖത്താദ തങ്ങളുണ്ട്, കണ്ണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിരവധി പരിക്ക് പറ്റിയവരുണ്ട്. അവരെല്ലാം വിളിച്ചു കൂട്ടി അവിടുത്തെ ഉമിനീര് തേച്ച് കൊടുക്കുകയും ഈ പൊടി മരുന്നായി ഇട്ട് കൊടുക്കുകയും ചെയ്തത് ഇവിടെ വെച്ചിട്ടെന്നാണ് ചരിത്രം. ഏതായാലും അന്ന് നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങാൻ പറയുകയും അവർ സെഫ് കെട്ടി നിൽക്കുകയും ആ സമയത്ത് ബദരീങ്ങളായ സഹാബത്തിന് വലിയ പവറുണ്ട് അല്ലേ? ബദർ പങ്കെടുത്തൊരു പവറില്ലേ? അവരിൽപ്പെട്ട ഏതാനും ചില ആളുകൾ സെഫിൽ നിൽക്കാതെ മാറി നിന്ന് അവർ ചിന്തിക്കുകയാണ്, പടച്ചവനെ റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരു ജമാഅത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണല്ലോ. റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ഇവിടെ നിൽക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട്. പരിമിതി സ്ഥലങ്ങളേ ഉള്ളൂ, ആളുകൾ കുറേയുണ്ട്. അപ്പോൾ അവർ മാറി നിന്നു. ഈ വിവരം തങ്ങൾ അറിയാൻ, തങ്ങൾ ഇമാമായിട്ട് നിന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് ഈ സംഭവം. അപ്പോൾ തങ്ങൾ എന്ത് പറഞ്ഞു? ഖദ്ദിമു അസ്ഹാബ ബദർ. ബദരീങ്ങളെ മഹത്താണിത്. ഖദ്ദിമു അസ്ഹാബ ബദർ. ബദരീങ്ങളെ സഹാബത്തിൻ്റെ പിന്നിലാക്കലി, അവരെ മാറ്റി നിർത്തലി, അവർ മുന്നിൽ നിൽക്കട്ടെ, ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സഫിൽ. ഇവരത് പരിഗണിച്ചില്ല. ഈ ആളുകൾക്കത് മനസ്സിലായില്ല. അപ്പോഴാണ് നസലൽ അമീ മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് ഒരു ആയത്ത് തങ്ങളെ കേൾപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു. മുഅ്മിനീങ്ങളെ, ഒരു മജ്ലിസിൽ അത് നിസ്കാരത്തിനോ മറ്റോ ആവട്ടെ, നിങ്ങൾ ഒരുമിച്ച് കൂടുകയും ചില ആളുകൾ ആ മജ്ലിസിൽ പങ്കെടുക്കാൻ കഴിയാതെ നിരാശരായി മാറി നിൽക്കുകയും കണ്ടാൽ ഫഫ്സഹു, നിങ്ങളൊന്ന് ഒതുങ്ങി അവർക്കും കൂടി നിൽക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണേ. അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുത്താൽ യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്കും വിശാലത ചെയ്യും. ആയത്ത് ഇവിടെ ഇറങ്ങിയാണ്. ഈ ആയത്ത് സഹാബത്തിൽ റസൂൽ ഓതി കേൾപ്പിക്കുകയാണ്. അപ്പോഴാണ് അവർ കാര്യം മനസ്സിലായത്. അപ്പോഴാണ് അവർ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴാണ് പിന്നിൽ നിൽക്കുന്ന ബദരീങ്ങളായ സഹാബത്തിനെ അവർ കാണുന്നത്. അങ്ങനെ അവരെല്ലാം ഒതുങ്ങി നിന്ന് കൊടുക്കുകയും ഈ മഹാന്മാരായ ബദരീങ്ങൾ മുന്നിൽ കയറി നിന്ന് അങ്ങനെ ഇവിടെ വെച്ച് അന്ന് ളുഹർ മസ്ർ നിസ്കരിച്ചു. ഈ സ്ഥലത്തും മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തബറുക്കിൻ്റെ പള്ളി ഉണ്ടാക്കി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, റസൂലുള്ളാഹി എവിടെയൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നിന്നുണ്ട്. ആ പള്ളികൾക്ക് എന്ത് പള്ളിയാണ്? തബറുക്കിൻ്റെ പള്ളിയാണ്, ബർക്കത്ത് എടുക്കാനുള്ള പള്ളി. അവിടെ ബാങ്കും ജമാഅത്തും നടക്കണ്ട. ഏതായാലും നേരത്തെ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അത് പൂർണ്ണമായി നശിച്ചു പോയി. കുറേ കാലങ്ങളോളം ആ കാണുന്ന സ്ഥലമല്ലേ, ആ ചെടീൻ്റെ അപ്പുറം അതുപോലെയായിരുന്നു ഈ ഭാഗം മൊത്തം. അങ്ങനെയായിരുന്നു. പള്ളീൻ്റെ സ്ഥലം മാത്രം ഒരു റൗണ്ട് അടയാളപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളൂ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ട്. ഏതായാലും നേരത്തെ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിയുടെ പേരാണ് ബോർഡ് എഴുതി വെച്ചത്. എന്താണ് പേര്? മസ്ജിദുൽ ഫസഹ്. ഫസഹ് എന്ന് പറഞ്ഞ പേര് വെക്കാൻ കാരണം ഇവിടെ ഈ ആയത്ത് ഇറങ്ങിയതാണ്. ബദരീങ്ങളെ മഹത്വം വിവരിച്ചുകൊണ്ടുള്ള, അവരെയും കൂടി പരിഗണിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ടുള്ള ആയത്ത് ഇറങ്ങിയത് കൊണ്ടാണ് ഏത് പേര്? ഫസഹ്. മസ്ജിദ് ഉഹദ് എന്നും മസ്ജിദ് ഫസഹും എന്നുമുണ്ട്. വിശാലമായി ഇവിടെ പറയാനുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാൻ വേണ്ടി പിന്നിലൂടെ ശത്രുക്കൾ വന്ന് അതിൻ്റെ മുകളിൽ കയറി ഒരു കല്ലിട്ടിട്ടുണ്ട്. ഒരാൾ ആട് കുത്തി അയാൾ പിറകോട്ട് മറിഞ്ഞു വീണ് തല കല്ലിലടിച്ച് തല പൊട്ടി ഒരാൾ ഇവിടെ ചാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. സമയമില്ല. ഏതായാലും ഇവിടെ വരാനും ഇതൊക്കെ കാണാനും കേൾക്കാനും അള്ളാഹു വലിയൊരു അനുഗ്രഹം ചെയ്തു. ഇതിൻ്റെയൊക്കെ കാരണക്കാരങ്ങളെ ഉസ്താദാണ്. അള്ളാഹു അവിടത്തേക്ക് ഖിദ്മത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കാരണം എല്ലാ ഉസ്താദന്മാരും ഇതിന് താല്പര്യം എടുക്കാറില്ല. ഇവിടെ ധാരാളം ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഉസ്താദന്മാർ ഇതിന് വലിയൊരു മുൻകൈ എടുക്കില്ല. പക്ഷേ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം. അങ്ങനെയല്ല, ഒരുമിച്ച് വന്ന് ഇതേപോലെ ഒരുമിച്ച് നിർത്തി കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടണം, പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാതെ വെറുതെ അങ്ങനെ വന്ന് പോയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കും അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിൽ സേവനം ചെയ്യുന്ന ഒരു അമീറും കൂടിയാണ് നമ്മുടെ ഉസ്താദ്. അള്ളാഹു അവിടുത്തെ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളുമായിട്ടുള്ള ആ സുഹൃത്ത് ബന്ധം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മാസം പോയി ഇരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ സഹകരിക്കുന്നതുകൊണ്ട് മാസം വരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. നല്ല ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഞങ്ങളുടെ സിയാറ സംഘം നേരെ പോയത് പരിശുദ്ധമായ ഖുർആൻ പ്രസ്സിലേക്കായിരുന്നു. ഖുർആൻ പ്രസ്സിൽ പോയി അവിടുന്ന് ഖുർആൻ പ്രസ്സിലെ മനോഹരമായ കാഴ്ചകൾ കാണുക. അവിടുന്ന് ഖുർആനെല്ലാം വാങ്ങി എല്ലാവർക്കും ഒരു ഖുർആൻ ഫ്രീ ആയി ഹദിയ ലഭിക്കും. അതെല്ലാം വാങ്ങി പോരുക എന്ന ഉദ്ദേശത്തോടെ ഞങ്ങൾ നടന്നു നീങ്ങി.
ഖുർആൻ പ്രസിന്റെ ഫ്രണ്ടിൽ നല്ല മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ ആംബിയൻസ് എല്ലാം ഉള്ളത്. കണ്ടില്ലേ, ഫ്രീ ആയി മുസ്ഹഫ് എല്ലാവർക്കും കൊടുക്കുന്നു. ഇവിടെ എത്ര പേര് വന്നാലും മുസ്ഹഫ് ഫ്രീ ആയി ലഭിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരാൾക്ക് ഒരു മുസ്ഹഫ് വീതമാണ് ഫ്രീ ആയി ലഭിക്കുക. ഏതായാലും മാത്രമല്ല, ഇവിടെ മുൻകാലങ്ങളിലൊക്കെ കണ്ടുവന്നിരുന്നൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർക്ക് അല്പം വലിയ ഖുർആനും അല്ലാത്തവർക്ക് ഒരു മിഡിൽ ക്ലാസ് ഖുർആൻ എന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ കയറി പരിശുദ്ധമായ ഖുർആൻ പ്രസിന്റെ അകത്തേക്ക്. ഒരുങ്ങം കൂടെ ഹസനാഹോളിയുടെ വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസനാഹോളിയുടെ മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം. മക്ക മദീന കഅബ കണ്ട് സായുജ്യം പോകാം. കാശ്മീറും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനി കുളിരണിയണോ. ഊട്ടി മൈസൂരും കാണാം, ലക്ഷദ്വീപിലും പോകാം. കൂട്ടായുണ്ടല്ലോ ഹസന ഹോളിഡേ. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ. വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. ശുദ്ധമായ ഖുർആൻ പ്രസിന്റെ അകത്തുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എത്ര കണ്ടാലും മതി വരാത്ത രീതിയിലാണ്. നമ്മളൊക്കെ നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനെ അച്ചടിച്ചിറക്കുന്ന അതിൻ്റെ ഒരു കേന്ദ്രം എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. കാരണം അവിടുത്തെ ഓരോ വൃത്തികളും അവിടെ ആ തയ്യാറാക്കുന്ന രീതികളെല്ലാം കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് തോന്നുന്നത്. ഈ ലോകത്തെല്ലാ ഇടങ്ങളിലേക്കും ഇവിടുന്ന് ഖുർആൻ പോവാറുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. കണ്ടിട്ട് ഇഷ്ടംപോലെ മുസ്ഹഫുകൾ അടിച്ചു വെച്ചതാണ് ഇതെല്ലാം കാണുന്നത്. ഈ മുസ്ഹഫുകളാണ് നമ്മുടെയൊക്കെ നാടുകളിലേക്ക് എത്താറുള്ളത്. ഏതായാലും സൗദി അറേബ്യയിലുള്ളത് ഈ പരിശുദ്ധമായ മദീനയിലാണ് ഈ ഖുർആൻ പ്രസ് ഉള്ളത്. ഇതുപോലെ ദുബായിലും ഉണ്ടെന്നൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. പ്രിയ സുഹൃത്തെ, ഒരിക്കലെങ്കിലും ഇങ്ങോട്ടെല്ലാം വന്ന് ഇതെല്ലാം കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത്രയധികം മനോഹരമായ കാഴ്ചകളായി ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും. അങ്ങനെ ഞങ്ങൾ ഖുർആൻ പ്രസ്സിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു, സന്തോഷിച്ചു. ഇവിടുത്തെ ജോലിയുടെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാ സമയവും വുളു നിർബന്ധമായിരിക്കും. അത്ര വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാണല്ലോ പരിശുദ്ധമായ ഖുർആനുമായുള്ള ഇടപാടുകൾ മുഴുവനും. അതുകൊണ്ട് തന്നെ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അത് ഇവിടുത്തെ ജോലിക്കാർ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും സൗദി അറേബ്യ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന സംഭവമാണല്ലോ. ഏതായാലും ഞങ്ങൾ അവിടെ ഖുർആൻ പ്രസ്സിലെ കാഴ്ചകളെല്ലാം കണ്ടു നീങ്ങി. ഇനി ഞങ്ങൾ സ്പെഷ്യൽ ജിയാറോട് ബാക്കിയായ അടുത്ത കേന്ദ്രങ്ങളിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ നമുക്കും ലഭിച്ചു. ഒരുപാട് സന്തോഷമായി. പ്രിയ സുഹൃത്തെ, നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ യാത്രയെക്കുറിച്ചെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.